അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ അധ്യായത്തിൻ്റെ ഏതാ അധ്യായം? സലാത്തുൽ ജമാഅ അല്ലേ? സലാത്തുൽ ജമാഅത്തി വൽ ഇമാമ അല്ലേ? അതിൽ ഇന്ന് പിന്നെ സഫ് എങ്ങനെയാണ് പിന്നെ സഫ് നിർത്തുക എന്നുള്ളത് വിശദീകരിക്കുന്ന ഹദീസുകളാണ്. അതിൽ ചില ഹദീസുകൾ നമുക്ക് കഴിഞ്ഞു പോയി. ഇനി അതിൽ നിന്ന് ചില ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ് അല്ലേ? അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ ഫഖുംതു അൻ യസാരിഹി ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഅസി മിൻ വറാഇ ഫജഅലനി അൻ യമീനിഹി. മുത്തഫഖുൻ അലൈഹി അല്ലേ? മുത്തഫഖുൻ അലൈഹി. തയ്യിബ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സല്ലൈതു ഞാൻ നമസ്കരിച്ചു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത്, തിരുനബിയുടെ കൂടെ, ദാത്ത ലൈലത്തിൻ ഒരു രാത്രി. ഫഖുംതു അൻ യസാരിഹി അപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത് ഭാഗത്ത് നിന്നു. ഫഖുംതു അൻ യസാരിഹി റസൂലുള്ളാഹിന്റെ ഇടത് ഭാഗത്ത് ഞാൻ നിന്നു. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു ബിറഅസി എൻ്റെ തല, മിൻ വറാഇ എൻ്റെ പിന്നിൽ നിന്ന്, ഫജഅലനി എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ആക്കി അൻ യമീനിഹി റസൂലുള്ളാഹിന്റെ വലത് ഭാഗത്ത്. ഹദീസ് വ്യക്തമാണല്ലേ? ഇതിലുള്ള വിഷയം പിന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ വാപ്പ അബ്ബാസ്. ആരാ അബ്ബാസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ. അബ്ബാസ് മകനെ പറഞ്ഞയക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരം തഹജ്ജുദ് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട്. അന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് 11 വയസ്സാണ്, 11 വയസ്സ് കുട്ടിയാണ്. അപ്പോൾ 11 വയസ്സുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ വാപ്പ അബ്ബാസ് പറഞ്ഞയക്കാണ് റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക്. എന്തിന്? റസൂലുള്ളാഹിൻ്റെ രാത്രി നമസ്കാരം എങ്ങനെയെന്ന് പഠിച്ച് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അമ്മായിയാണ് മൈമൂന ബിന്തുൽ ഹാരിസ് അൽ ഹിലാലിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ വീട്ടിലാണല്ലോ അന്തി ഉറങ്ങുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായി മൈമൂന റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ റസൂലുള്ളാഹി അന്തി ഉറങ്ങുന്ന ദിവസം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പോയി അമ്മായിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് ഇറക്കാൻ എന്ന രീതിയിൽ പോയി. മനസ്സിലായി? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മുൽ ഫദലും മൈമൂനയും, റസൂലുള്ളാഹിൻ്റെ ഭാര്യ മൈമൂനയും സഹോദരിമാരാണ്. മനസ്സിലായില്ലേ? മൈമൂനയും ഉമ്മുൽ ഫദലും സഹോദരിമാരാണ്. ഉമ്മുൽ ഫദലെ നിർദ്ദേശിച്ചിട്ട് അബ്ബാസ് മുഖാന്തരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൈമൂനയെ തന്നെ കല്യാണം കഴിക്കുന്നത്. റസൂലുള്ളാഹിൻ്റെ 3 ഭാര്യമാരിൽ ഒന്ന് മൈമൂന, മറ്റൊന്ന് ഉമ്മുൽ ഫദൽ, പിന്നെ ഒന്ന് സൈനബ് ബിന്ത് ഖുസൈമ, റസൂലുള്ളാഹിൻ്റെ ആദ്യം റസൂലുള്ളാഹിൻ്റെ ജീവിതാനന്തരത്തിൽ മരണപ്പെട്ട സൈനബ് ബിന്ത് ഖുസൈമ. ഇവരൊക്കെ സഹോദരികളാണ്. ഏതായാലും മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തി ഉറങ്ങുന്ന ദിവസം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പോയി. എന്തിന്? റസൂലുള്ളാഹിൻ്റെ രാത്രി നമസ്കാരം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് കുറച്ചു നേരം കിടന്ന് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇതൊക്കെ നിരീക്ഷിക്കുക. 11 വയസ്സുള്ള കുട്ടി എന്താ റസൂൽ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ റസൂൽ ഇങ്ങനെ കണ്ണ് തിരുമ്മിയത്, പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് wudu ചെയ്തത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ, സല്ലൈതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ നമസ്കരിച്ചു ദാത്ത ലൈലത്തിന് ഒരു രാത്രി. അത് ഈ രാത്രിയാണ് പറയപ്പെട്ട രാത്രി. ഫഖുംതു അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കുട്ടി ആണ്, അദ്ദേഹം ഇടത് ഭാഗത്ത് നിന്ന് റസൂൽ അങ്ങനെ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ഇടത് ഭാഗത്ത് നിന്ന്. ഫഅഖദ റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ പിടിച്ചു ബിറഅസി എൻ്റെ തല, മിൻ വറാഇ എൻ്റെ പിന്നിൽ നിന്ന് പിടിച്ചിട്ട് ഫജഅലനി അൻ യമീനിഹി എന്നിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്ത് എന്നെ റസൂലുള്ളാഹിൻ്റെ വലത് ഭാഗത്താക്കിയതാണ്. പിന്നിലൂടെ കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്ത് വലത് ഭാഗത്തേക്ക് നിർത്തിയത്. അപ്പോൾ ഹദീസ് ഇതിൽ എന്തിനാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്നത്? വലൈക്കും സലാം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവന്നത് നിസ്കാരത്തിൽ സഫ് കെട്ടുമ്പോൾ ഇമാമും മഅ്മൂമും മാത്രമാണുള്ളത്. ഒരാൾ മഅ്മൂമാണുള്ളത് എങ്കിൽ മഅ്മൂം എവിടെ നിൽക്കും? മഅ്മൂം നിൽക്കേണ്ടത് എവിടെയാണ്? മഅ്മൂം ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കാൻ പാടില്ല, നിൽക്കേണ്ടത് എവിടെയാണ്? ഇമാമിൻ്റെ വലത് ഭാഗത്താണ്. ഒരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഫജഅലനി അൻ ജംബിഹി എന്നാണ് റസൂലുള്ളാഹിൻ്റെ
ജമ്പിൽ നിർത്തി എന്നാണ്, സൈഡിൽ. അപ്പോൾ സൈഡിൽ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹിനോട് അടുത്ത് നിർത്തി എന്നർത്ഥം, അടുത്ത് നിർത്തി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാമും ഒരു മഅ്മൂമാണ് എങ്കിൽ മഅ്മൂം ഇമാമിനോട് നേരെയാണ് നിൽക്കേണ്ടത്, നേരെയാണ് നിൽക്കേണ്ടത്. ശാഫിഈകൾ പറഞ്ഞു കുറച്ച് ഇമാമാണെന്ന് അറിയാം, ഇമാം കുറച്ച് മുന്നിലേക്ക് തെറ്റി നിൽക്കണം. മനസ്സിലായി? അതിന് തെളിവില്ല. ഇമാമും മഅ്മൂമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നേരെയാണ് നിൽക്കേണ്ടത്, ഒരേപോലെ വരിയായിട്ട്. മനസ്സിലായോ? വരിയായിട്ടാണ് നിൽക്കേണ്ടത്. എന്തുകൊണ്ട് വരിയായിട്ട് നിൽക്കണം? ഇപ്പം ഇമാമിന് നേരെയാണ് നിൽക്കേണ്ടത്. അല്പം പോലെ ഇമാമും മുന്നിലേക്ക് നിൽക്കാൻ പാടുള്ളതല്ല. മഅ്മൂമും ഇമാമും ഒരു സഫ് എന്ന പോലെയാണ് നിൽക്കേണ്ടത്. കാരണം ഇനി നമുക്കൊരു ഹദീസ് വരുന്നുണ്ട്, ലാ സലാത്ത ലിൽ മുൻഫരിദ് ഖൽഫ സഫ്, സഫിന് പിന്നിൽ മുൻഫരിദിന് നിസ്കാരമല്ല. ഒരാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ലതല്ല, നിസ്കരിക്കാൻ പാടില്ല സഫിൽ പിന്നിലായിട്ട്. അപ്പോൾ ഇമാമും മഅ്മൂമും മാത്രമാണെങ്കിൽ രണ്ടാളും നേരെയാണ് നിൽക്കേണ്ടത്. ഷാഫിയാക്കളുടെ ഒരു ശീലമാണ് പല ആളുകൾക്കും നമ്മുടെ ആളുകൾക്കുള്ളത്. നമ്മുടെ ആളുകൾക്ക് ജമാഅത്തായിട്ട് ഒറ്റക്കാണെങ്കിൽ ഇമാമിനോടൊപ്പം നിൽക്കില്ല, കുറച്ചുകൊണ്ട് ഇറങ്ങിക്കും. മനസ്സിലായല്ലേ? ചിലരൊപ്പം നിർത്തി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം മൂപ്പരിങ്ങനെ ബാക്ക് പോകണം, നമുക്കും അതിനനുസരിച്ച് ബാക്ക് പോകണം. ആ രീതി അത് ശരിയല്ല. ഇമാം മഅ്മൂം മാത്രമാണെങ്കിൽ രണ്ടാൾ നേരെയാണ് നിൽക്കേണ്ടത്. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഖലാസ് ഹദീസ് റിപ്പോർട്ട് ചെയ്യണത് ഇമാം ബുഖാരി മുസ്ലിമാണ്, മുത്തഫഖുൻ അലൈഹിയാണ് ഹദീസ്. സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ ഫഖുംതു അൻ യസാരിഹി ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഅസി മിൻ വറാഇ ഫജഅലനി അൻ യമീനിഹി. ഖലാസ്. തയ്യബ്. ഇനി അടുത്ത ഹദീസ് അനസിൽ നിന്നുള്ള ഹദീസാണ്. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ عن أنس رضي الله تعالى عنه قال صلى رسول الله صلى الله عليه وسلم فقمت أنا ويتيم خلفه وأم سليم خلفنا. അങ്ങനെയല്ലേ ഉള്ളത്? ഉമ്മു സുലൈം ഖൽഫന. മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലിൽ ബുഖാരി അല്ലേ? മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലിൽ ബുഖാരി. അനസ് റളിയല്ലാഹു തആല അൻഹു പറയണം. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. ഫഖുംതു, അപ്പോൾ ഞാൻ നിന്നു. ഫഖുംതു ഞാൻ നിന്നു. യതീമുൻ, യതീമായ ഒരു കുട്ടി വീട്ടിലുണ്ടായിരുന്നു, ആ കുട്ടിയിൽ നിന്നു. ഖൽഫഹു, റസൂലുള്ളാഹിന്റെ പിന്നിൽ. ഉമ്മു സുലൈം നിന്നു. ഖൽഫന, ഞങ്ങളുടെ പിന്നിൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഉമ്മു സുലൈമിൻ്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഈ ഉമ്മു സുലൈം ഉമ്മു സുലൈം ബിന്ത് മിൽഹാനാണ്. ഉമ്മു സുലൈം ബിന്ത് മിൽഹാൻ ഇവരുടെ സഹോദരിയാണ് ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ. ഉമ്മു സുലൈം ബിന്ത് മിൽഹാൻ അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയാണ്. അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയാണ്, മാതാവാണ്. വലൈക്കും സലാം. ഉമ്മു സുലൈം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു തആല അൻഹ അവരുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാണ് റഹ്മക്കല്ലാ. അപ്പോൾ എങ്ങനെയാണ് ഈ 4 പേർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുണ്ട്, അനസുണ്ട്, വീട്ടിലൊരു യതീം കുട്ടിയുണ്ട്, പിന്നെ ഉമ്മു സുലൈമുണ്ട്, 4 പേർ എങ്ങനെയാണ് നിസ്കരിച്ചത്, സഫ് കെട്ടിയത് എങ്ങനെയാണ്, അത് അറിയിക്കാനാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഈ ഹദീസിനെ ഇവിടെ കൊണ്ടുവന്നത്. അതാണ് അനസ് പറയുന്നത്, സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. ഫഖുംതു അന വയതീമുൻ ഖൽഫഹു, ഞാനും യതീമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്നു. ഉമ്മു സുലൈം ഖൽഫന, ഞങ്ങളുടെ പിന്നിൽ ആരും നിന്നു? ഉമ്മു സുലൈം നിന്നു ഞങ്ങളുടെ പിന്നിൽ. വേറെ റിപ്പോർട്ടിൽ വൽ അജൂസു വറാഅന എന്നാണ്. വൽ അജൂസ് എന്ന് പറയുന്ന ആരാണ്? ഉമ്മു സുലൈമിനെയാണ് അനസ് പറയുന്നത്. എന്നാൽ പിന്നെ മുസ്ലിമിന് പ്രായമായിരുന്നു, അതുകൊണ്ട് ഉമ്മു സുലൈം അവരുടെ പേര് റുമൈസ അല്ലെങ്കിൽ മുലൈക്ക, അങ്ങനെയൊക്കെ അവർക്ക് പല പേരുകളിൽ അറിയപ്പെട്ട മഹദിയാണ് ഉമ്മു സുലൈം ബിന്ത് മിൽഹാൻ. തയ്യിബ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താ? ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, സ്ത്രീകൾ വയസ്സായവരാണെങ്കിലും ശരി, സ്ത്രീകൾ എവിടെ നിൽക്കേണ്ടത്? പുരുഷന്മാരുടെ വേക്കിലാണ് സഫിൽ നിൽക്കേണ്ടത്, പുരുഷന്മാരുടെ വേക്കിലാണ് നിൽക്കേണ്ടത്. കണ്ടോ, ഉമ്മു സുലൈം ഖൽഫന, ഒറ്റക്കുള്ളൂ. സ്ത്രീ ഒരാളാണെങ്കിലും ശരി, പുരുഷന്മാരങ്ങനെയല്ല, പുരുഷന്മാർ ഒരാൾ ഒറ്റയ്ക്ക് വേക്കിൽ നിസ്കരിക്കാൻ പാടില്ല. അതേസമയം സ്ത്രീ ആണ് എങ്കിൽ ഒരാളാണെങ്കിലും എവിടെ നിൽക്കേണ്ടത്? പുരുഷന്മാരുടെ പിന്നിലാണ് നിൽക്കേണ്ടത്. മുന്നിലെ സഫിൽ ബന്ധുക്കളാണെങ്കിലും ശരി, വേണ്ട
അനസാണ് പറയുന്നത് ഞാനും യത്തീമും നിന്നു. ഉമ്മുസലൈമിൻ്റെ മകനാണ് ആര്? അനസ്. കണ്ടോ? അപ്പോൾ മകനാണ്, മകൻ്റെ അടുത്ത് പോലും നിന്നില്ല, പിന്നെ ബേക്കിലാണ് നിന്നത്. അപ്പോൾ അടുത്ത ബന്ധുവാണെങ്കിലും ശരി സ്ത്രീ എവിടെയാണ് നിൽക്കേണ്ടത്? സഫ് ബേക്കിലാണ് നിർത്തേണ്ടത്. ചിലർ ഭാര്യയും ഭർത്താക്കന്മാരും ഒപ്പം നിസ്കരിക്കും. ചിലർ ആ കുറേ കാലം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് മസാല വെച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. അത് ശരിയല്ല, അങ്ങനെ നിസ്കരിക്കാൻ പാടുള്ളതല്ല. പിന്നെ സ്ത്രീ എപ്പോഴും ബേക്കിലാണ് സഫ് ഉണ്ടാക്കേണ്ടത്. മറ്റൊരു വിഷയം, അന വയത്തീമുൻ ഖൽഫഹു എന്നാണ്. അനസ് റളിയല്ലാഹു കുട്ടിയാണ്, അനസ് റളിയല്ലാഹു കുട്ടിയാണ്. യത്തീം എന്നാണ് പറഞ്ഞത്. യത്തീം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാക്കാത്ത പിതാവ് മരണപ്പെട്ട കുട്ടികൾക്കാണ് പറയുക യത്തീം എന്ന് പറയുക. യത്തീം, മനസ്സിലായി? അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, കുട്ടികൾ സഫിലുണ്ടായാലും നിസ്കാരം ശരിയാകും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സഫിൽ ഇടയിലുണ്ടായാൽ എന്തായി? നിസ്കാരം ശരിയാകും, സഫ് കെട്ടിയതും ശരിയാകും. ചില ഫുഖഹാക്കൾ, എനിക്ക് തോന്നുന്നത് ഹംബലി ഫുഖഹാക്കളിൽ ചിലർ കുട്ടികളെ സഫിൽ നിർത്തൂല. കാരണം കുട്ടികൾ സഫിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ സഫ് പൂർണ്ണമാവില്ല എന്നാണ് അവർ പറയാറ്. മനസ്സിലായോ? അത് ശരിയല്ല. കാരണം ഈ ഹദീസിൽ വ്യക്തമാണ് അനസും ഈ യത്തീമും നിന്നത്, സഫ് കെട്ടി നിന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സമ്മതിച്ചു. അപ്പോൾ ഈ ഹദീസും ഈ സഫ് ഇമാമത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൽ സഫ് എങ്ങനെ ഉണ്ടാക്കും എന്ന വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുംതു അന വയതീമുൻ ഖൽഫഹു വ ഉമ്മു സുലൈമിൻ ഖൽഫന. ഹദീസ് മുത്തഫഖുൻ അലൈഹി. പക്ഷേ ഈ ഹദീസിൻ്റെ ലഫ്ള് വൽ ലിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ ലഫ്ളാണ് ഈ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇവിടെ കൊണ്ടുവന്നത്. ഖലാസ്, അതാണ് രണ്ടാമത്തെ ഹദീസ്. ഇനി മൂന്നാമത്തെ ഹദീസ്, അൻ അബി ബക്രത റളിയല്ലാഹു തആല അൻഹു, അല്ലേ? അബൂ ബക്രയുടെ ഹദീസാണ്, അല്ലേ? അൻ അബി ബക്രത റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്നഹു ഇൻതഹ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ റാകിഅ ഫറകഅ ഖബല അൻ യസില ഇല الصഫ് ഫറകഅ ഖബല അൻ യസില ഇല الصഫ് فذكر للنبي صلى الله عليه وسلم فقال له النبي صلى الله عليه وسلم زادك الله حرصا ولا تعد. നിങ്ങളിൽ ولا تعد നയിക്കാറല്ലേ? ولا تعد ما في مشكلة. ولا تعد رواه متفق عليه وزاد أبو داود رواه البخاري وزاد أبو داود فركع دون الصف ثم مشى إلى الصف فركع دون الصف ثم مشى إلى الصف. ഈ ഹദീസ് ഒരു കുറേ മസ്അലകളെ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. കർമ്മശാസ്ത്രപരമായിട്ട് കുറേ മസ്അലകൾ. എങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ചിലത് ചുരുക്കി പറഞ്ഞു പോവാം. അൻ അബി ബക്ര, ഹദീസിൻ്റെ റാവി ആരാണ്? ഹദീസിൻ്റെ റാവി അബൂ ബക്ര റളിയല്ലാഹു തആല അൻഹു. അബൂ ബക്ര റളിയല്ലാഹു തആല അൻഹു. അബൂ ബക്ര റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ പേര് നുഫൈ ഇബ്നുൽ ഹാരിസ് എന്നാണ്. നുഫൈ ഇബ്നുൽ ഹാരിസ്. നുഫൈ ഇബ്നുൽ ഹാരിസ്. ഇദ്ദേഹം ഈ അബൂ ബക്ര, ഇത് അബൂബക്കർ സിദ്ദീഖ് അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് അബൂ ബക്രയാണ്, ബക്ര. അത് ഈ പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം ഈ നുഫൈ ഇബ്നുൽ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് യുദ്ധത്തിന് പോയില്ലേ? തായിഫിലേക്ക് യുദ്ധത്തിന് പോയപ്പോൾ തായിഫുകാരെ കോട്ടയിൽ ഉപരോധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തായിഫുകാർക്ക് നേരെയുള്ള ഉപരോധം നീണ്ടു നിന്നപ്പോൾ ഈ നുഫൈ എന്ത് ചെയ്തറിയോ? കോട്ടയുടെ മതിലിൽ കയറിയിട്ട് ഒരു കയറിലൂടെ ഊർന്നിറങ്ങി. അങ്ങനെ പിന്നെ ഒരു പെണ്ണൊട്ടകത്തിൻ്റെ പുറത്ത് മുമ്പ് എന്ത് ചെയ്ത് പിന്നെ ചാടി കയറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തുകയും അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, ഞാനൊരു അടിമയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാം പഠിപ്പിച്ചു, അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഈ ബക്രയുടെ പുറത്ത്, ബക്ര എന്ന പെണ്ണൊട്ടകാണ്, അദ്ദേഹം ഈ ഓടി വന്നത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഇട്ട പേരാണെന്ത്? അബൂ ബക്ര. പറഞ്ഞാൽ മനസ്സിലായ? ബക്ര എന്ന് പറയും ഈ കപ്പില്ലേ, നമ്മൾ വെള്ളക്കോര ഉപയോഗിക്കുന്ന കപ്പിയും കയറിനും ബക്ര എന്ന് പറയും. ഒരു വേള എനിക്ക് തോന്നുന്നു അദ്ദേഹം കോട്ടൻ്റെ മതിലുണ്ടല്ലോ, അതിൽ നിന്ന് ഊർന്നിറങ്ങിയത് ഈ
കപ്പിയും കയറുമുള്ള ആ ഒരു ഇതിൽ തൂങ്ങിയിട്ടാണ് എന്ന് തോന്നുന്നു. ഏതായാലും പിന്നെ ബക്ര എന്ന് പറഞ്ഞാൽ പെണ്ണൊട്ടകത്തിന് പറയും, അതേപോലെ തന്നെ ഈ കപ്പിയും കയറിനും പറയും. അദ്ദേഹം രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഒട്ടകത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ കയറും ഉപയോഗിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ റസൂൽ അദ്ദേഹത്തിന് എന്ത് പേരിട്ട്? അബൂ ബക്ര എന്ന് പേരിട്ട്. അതാണ് പിന്നീട് അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹത്തെ നുഫൈ ബിനുൽ ഹാരിസ് എന്ന് വിളിച്ചാൽ അദ്ദേഹം അല്ല, ഞാൻ അബൂബക്രയാണ് എന്നാണ് പറയാം. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പേര് അദ്ദേഹത്തിന് പിന്നെ ഏറെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് കൊണ്ട്. ഈ നുഫൈ ബിനുൽ ഹാരിസ് അബൂബക്ര റളിയല്ലാഹു തആല അൻഹു പറയണം, അദ്ദേഹം ഹിജ്റയുടെ 51 മരണപ്പെടുന്നത്, അല്ലെങ്കിൽ 51-52. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അദ്ദേഹം പറയാണ്, അന്നഹു ഇൻതഹ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നെത്തി. വഹുവ റാക്കിഅ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂ ചെയ്യുന്നവനായിരിക്കെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് നിസ്കരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂയിലാണ്, സഹാബത്ത് റുക്കൂയിലാണ്. അപ്പോഴാണ് ആര് ചെന്നെത്തുന്നത്? നുഫൈ അബൂ ബക്ര റളിയല്ലാഹു അൻഹു എത്തുന്നത്, നിസ്കാര സ്ഥലത്തേക്ക് എത്തുന്നത്. അതാണ് അന്നഹു ഇൻതഹ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നെത്തി. വഹുവ റാക്കിഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂ ചെയ്യുന്നവനായിരിക്കെ. എന്താ അദ്ദേഹം ചെയ്തത്? അബൂബക്കർ ചെയ്തെന്താ? ഫറക, അദ്ദേഹം റുക്കൂ ചെയ്തു. ഖബല അൻ യസ്ല ഇല സഫ്, ഖബല അൻ യസ്ല ഇല സഫ്, സഫിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുമ്പായിട്ട്. സഫ് ഇങ്ങനെ ഉണ്ടല്ലോ, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് മൂപ്പര് എന്ത് ചെയ്ത്? റുക്കൂ ചെയ്ത്. ഖലാസ്. ഫദക്കറ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശരിയാണ്, ദാലിക ഉണ്ടെങ്കിൽ ശരിയാണ്. നിങ്ങളിൽ അതുണ്ടോ? ദക്കറ ദാലിക ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല, ദക്കറല്ല, ഞാൻ എഴുതിയേ ശരിയാണ്. എവിടെ നിങ്ങളതിലാ? അതിലെന്താ? ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണല്ലോ അല്ലേ? ഫദക്കറ എന്നുള്ള ഇല്ല തന്നെ. തയ്യും, നമുക്കിവിടെ ദാലിക്കാന്ന് എഴുതാം. فذكر ذلك للنبي صلى الله عليه وسلم وذكر ذلك. هذا فاعل ما في مشكلة. طيب على كل فذكر ذلك للنبي صلى الله عليه وسلم, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു. അതായത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂയിലായിരിക്കെ സഫിന് മുമ്പ് നിസ്കാരത്തിൽ ചേർന്നിട്ട് റുക്കൂയിൽ ചേർന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടതാണ്. ഫദുകിറ ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിപ്പോർട്ടുകളിൽ ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണുള്ളൂ, ദുക്കിറ ദാലിക എന്നില്ല. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹം ഇങ്ങനെ വന്ന് സഫിൽ ചേർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അതായത് പിന്നെ അദ്ദേഹം സ്പീഡിൽ വരുന്നത് നിസ്കാരത്തിൽ ചേരുന്നതും റസൂലുള്ളാഹി എന്ത് ചെയ്ത് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടല്ലേ, ഇന്ന് പിന്നെ ആളുകൾ ഇങ്ങനെ പിടപെടുമെന്ന് പറഞ്ഞിട്ട് വരും, അപ്പോൾ അറിയില്ലേ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വരവ് അറിഞ്ഞ്. അപ്പോൾ സലാം വീട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് സ്പീഡിൽ വന്നത്? അപ്പോൾ പറഞ്ഞു അതാരാണ്? അബൂബക്കറയാണെന്ന്. അതുകൊണ്ടാണ് ചില ഇതിൽ എന്തുള്ളത്, ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഫദുകിറ ദാലിക ലിന്നബി എന്ന് പറഞ്ഞാലും ശരിയാണ്, ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലും ശരിയാണ്. ഹദീസിൻ്റെ വ്യത്യസ്ത പദപ്രയോഗങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. തയ്യിബ്, ഒന്നുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ഇൻതഹ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തി. വഹുവ റാക്കിഉൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂ ചെയ്യുന്നവനായിരിക്കെ. ഫറക, അബൂബക്കർ റളിയല്ലാഹു അൻഹു റുക്കൂ ചെയ്തു. ഖബല അൻ യസില ഇല സഫ്, സഫിലേക്ക് എത്തുന്നതിന് മുമ്പായി. ഫദുകിറ ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു. അത് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളൂ, അതെന്തുകൊണ്ട് എന്നുള്ളത്. അത് ഇമാം ബുഖാരിയുടെ റിവായത്തിലല്ല, അത് അബൂ ദാവൂദിൻ്റെ റിവായത്തിലാണ്. ഇവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു,
സാദക്കല്ലാഹു ഹിർസ. എന്താ സാദക്കല്ലാഹു ഹിർസ? അബൂബക്കറയോട് റസൂൽ പറയാണ് സാദക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ. ഹിർസൻ, ഹിർസൻ എന്ന് പറഞ്ഞാൽ താല്പര്യം. അതായത് നന്മ ചെയ്യാനുള്ള പൂതി കൊണ്ടാണല്ലോ ഓടി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയും പെട്ടെന്ന് നിസ്കാരത്തിൽ അനുഗമിക്കണം, അനുധാവനം ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഓടി വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ മാനിച്ച് സാദക്കല്ലാഹു ഹിർസൻ, അള്ളാഹു നിങ്ങൾക്ക് ഹിർസ്, ഹിർസ് എന്നാൽ താല്പര്യം, താല്പര്യം വർദ്ധിപ്പിക്കട്ടെ. നന്മയിലേക്ക് കുതിക്കുവാനുള്ള നിങ്ങളുടെ ഈ താല്പര്യം അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് എന്താ പറഞ്ഞു? അതാണ് ഇവിടെ വിഷയം. വല ഇങ്ങനെയാണുള്ളത് അല്ലേ? വല തഉദ് വല തുഇദ് വല തഅദു വല തഅദു. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വല തഅദു, വല തഅദു. റവാഹുൽ ബുഖാരി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്താരാണ്? ഇമാം ബുഖാരിയാണ്. വസാദ അബൂ ദാവൂദ്. ഇമാം അബൂ ദാവൂദ് ഏറെ നൽകിയിട്ടുണ്ട്. എന്താ ഏറെ നൽകിയത്? ഫറക, അബൂബക്കർ റളിയല്ലാഹു അൻഹു റുകൂ ചെയ്തു, ദൂന സഫി, സഫിലെത്തുന്നതിന് മുമ്പായിട്ട്. സുമ്മ മഷ ഇല സഫ്, എന്നിട്ട് അദ്ദേഹം സഫിലേക്ക് നടക്കുകയാണ് ചെയ്തത്. സുമ്മ മഷ, എന്നിട്ട് അദ്ദേഹം നടന്നു ഇല സഫ്, എവിടേക്ക്? സഫിലേക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് അവിടെ റുകൂയിലാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? വേഗത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? സഫിലെത്തുന്നതിന് മുമ്പ് റുക്കൂ ചെയ്തു, എന്നിട്ട് സഫിലേക്ക് നടന്നു. ഖലാസ്. അതാണ് അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഏറെ കൊടുത്തത്, ഏറെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൊണ്ടുവന്നത്. അത് സഹീഹാണ്, റിപ്പോർട്ട് സഹീഹാണ്. ഇതിൽ കുറേ മസാലകൾ ഉണ്ടാവും അല്ലേ? നിങ്ങളെ മനസ്സിൽ കുറേ ഉരുത്തിരിയുന്നുണ്ട് അല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് ഉരുത്തിരിഞ്ഞത് എന്താ? റുക്കോയിലാണ് തുടരുന്നത്, റക്അത്ത് കിട്ടുമെന്ന് അല്ലേ? പിന്നെ ഒരു മസാല വരുമല്ലോ, ഓടി വരാമെന്നോ? വരാൻ പാടുണ്ടോ എന്നുള്ള വിഷയം. അതിലേറെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമല്ലേ? സഫിലേക്ക് നടന്നു വരാന്നുള്ളത്, അത് ഒരു വിഷയമാണ്. അതാണ് അസീസ്കാരനാണ്. സൂറത്തുൽ ഫാത്തിഹ അത് ഒരാൾ ഇമാമിനെ റുക്കൂയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ ആ റക്അത്ത് കിട്ടൂല എന്നുള്ള വിഷയമാണ്. അതാണ് ഏറ്റവും പ്രധാന, ഏറ്റവും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാല കൂടിയാണത്. മനസ്സിലായി? ഏതായാലും അപ്പം നമുക്ക് ഇനി ഹദീസിൻ്റെ ഓരോ ഇത് നോക്കാം. റുക്കൂയിലായിരിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്നത്. അദ്ദേഹം സഫിലേക്ക് എത്തുന്നതിന് മുമ്പ് റുക്കൂ ചെയ്ത്. അപ്പോൾ റുക്കൂയിലാണ് അദ്ദേഹം ഇവിടെ ആരെ തുടർന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്നത്. സഫിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? റുക്കൂ ചെയ്തിട്ട് നടന്നു വന്നു, ഏതാനും അടി നടന്ന് വന്നു. അതാണ് അബൂദാവൂദിൻ്റെ ഈ റിവായത്തിൽ സുമ്മ മശ ഇല സഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം പറഞ്ഞു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഓട്ടം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? മനസ്സിലാക്കിയിട്ട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ മാനസിക ശുദ്ധി അത് മാനിച്ചു. അതെന്താ? അദ്ദേഹം നന്മ എത്തിപ്പിടിക്കാനുള്ള അദ്ദേഹത്തിന് ആ വ്യഗ്രതയും താല്പര്യമാണ്. അദ്ദേഹം തായിഫ് യുദ്ധത്തോടനുബന്ധിച്ചാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഹിജ്റയുടെ 8 അവസാനത്തിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പരിഗണനാ വിഷയത്തിൽ അദ്ദേഹത്തിന് നമ്മൾ അവിടെ മനസ്സിലാകണം. സാദക്കല്ലാഹു ഹിർസൻ, അള്ളാഹു നന്മയിലേക്കുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ത്? അറബിയിൽ ഇപ്പം എങ്ങനെ എഴുതും? അതിന് 3 രീതിയിൽ വായിച്ചു. 3 രീതിയിൽ ഈ റിപ്പോർട്ട് വായിച്ചു. വലാ തഅദു എന്നും വലാ തഉദ് എന്നും വലാ തുഇദ് എന്നും. 3നും വേറെ വേറെ അർത്ഥമാണ്. വലാ തഉദ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ള പറഞ്ഞു സാദക്കല്ലാഹു ഹിർസൻ വലാ തഉദ്, ഇനി ആവർത്തിക്കരുത്. അതാണ് വലാ തഉദ് എന്ന് പറഞ്ഞാൽ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ വന്ന് ഇനി പണി ചെയ്യരുത്, അതാണ് വലാ തഉദ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് ഓടി വരരുത്.
സെഫിൽ എത്തുന്നതിന് മുമ്പ് ചെയ്ത് സെഫിലേക്ക് ഇങ്ങനെ നടന്ന് സ്പീഡിൽ വരരുത് എന്നുള്ളതൊക്കെ റസൂൽ അദ്ദേഹത്തെ വിലക്കി എന്നർത്ഥം. ആ റിപ്പോർട്ട് പരിഗണനയാണ്, കാരണം അങ്ങനെ ഹദീസിൻ്റെ റിപ്പോർട്ടുണ്ട്. വലാ തഅദു. മറ്റേത് വലാ തുഇദ് എന്നാണ് രണ്ടാമത്തേത്. വലാ തുഇദ് എന്ന് പറഞ്ഞാൽ എന്താ? സാദക്കല്ലാഹു ഹിർസൻ, അള്ളാഹു നന്മയിലേക്കുള്ള താല്പര്യം നിങ്ങൾക്ക് ഏറ്റിത്തരട്ടെ. വലാ തുഇദ്, നിങ്ങൾ നിസ്കാരം എന്ത് ചെയ്യേണ്ടതില്ല, ഇനി മടക്കി നിസ്കരിക്കേണ്ടതില്ല. വലാ തുഇദ് മിനൽ ഇആദ, നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ട. നിങ്ങൾ ഓടി വന്നു, സഫിലേക്ക് റുക്കുവിൽ ചേർന്നു, റുക്കുവിലാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഇമാമിനെ തുടർന്നത്. അതുകൊണ്ട് ആ റക്കായത്തും മടക്കി നിസ്കരിക്കേണ്ട, നിസ്കാരവും മടക്കി നിസ്കരിക്കേണ്ടതാണ്. വലാ തുഇദ് പറഞ്ഞാൽ മനസ്സിലാണില്ല. റുക്കുവിലാണ് തുടർന്നത്, അപ്പം ആ റക്കായത്ത് കിട്ടുക. വലാ തുഇദ് എന്ന് വായിച്ചാൽ മടക്കി നിസ്കരിക്കേണ്ട റക്കായത്ത് കിട്ടിയാണ്, നിസ്കാരവും കിട്ടിയാണ്. വലാ തഅദു എന്ന് പറഞ്ഞാലോ, തഅദു എന്ന് പറഞ്ഞാൽ അദാ എന്ന ക്രിയയിൽ നിന്നാണ്. അദാ എന്ന് പറഞ്ഞാൽ പാഞ്ഞു എന്നർത്ഥം, ഓടി. വലാ തഅദു പറഞ്ഞാലോ, ഓടരുത് എന്നാണ്. അതായത് ഇവിടെ വലാ തഅദു എന്നുള്ളിടത്തൊരു വാവുണ്ട്, വലാ തഅദു വാവുണ്ട്. അദാ യഅദു തഅദു, ഇത് ലാ നാഹിയാണ്, വിരോധത്തെ കുറിക്കാനുള്ള ലാ നാഹിയ. അത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വാവ് കളഞ്ഞു. ആഖിർ മുഅത്തല്ലായ ക്രിയക്ക് മുമ്പിൽ ഈ അത് നഹീൻ്റെ അവസരത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫിനെ കളയും എന്നാണ് അത് നിയമം. ഏതായാലും ഇവിടെ വാവ് കളഞ്ഞിട്ടാണ് ഉള്ളത്. വലാ തഅദു എന്നാണ്. വലാ തഅദു എന്ന് പറഞ്ഞാൽ എന്താ, ഓടരുത്. വലാ തഅദു എന്ന് പറഞ്ഞാൽ എന്താ, ഓടരുത്. അപ്പോൾ സാദക്കല്ലാഹു ഹിർസൻ, നന്മയിലേക്ക് നിങ്ങൾക്ക് അല്ലാഹു താല്പര്യം വർദ്ധിപ്പിക്കട്ടെ. വലാ തഅദു എന്ന് പറഞ്ഞാൽ എന്താ, നിസ്കാരത്തിലേക്ക് ഓടരുത്. ഇങ്ങനെ 3 രീതിയിൽ ഈ ഹദീസിൻ്റെ ഈ ഭാഗത്തെ വായിച്ചിട്ടുണ്ട്. ഈ ഹദീസാണ് മസ്ബൂഖായി വരുന്നവൻ എന്നാണ് എന്താ, നിസ്കാരത്തിൽ വൈകി വരുന്നവൻ. റുക്കോയിൽ ഇമാമിനെ തുടർന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റക്കായത്ത് കിട്ടി എന്നറിയിക്കുന്ന ഹദീസ്. ആ റക്കായത്ത് അയാൾക്ക് കിട്ടി. കാരണം എന്താ, റസൂൽ പറഞ്ഞിട്ടുണ്ട് വലാ തുഇദ്, മടക്കി നിസ്കരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയതിനാണ് വിരോധിച്ചത്. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹ ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ ഇമാമിനെ റുക്കൂയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ മഅ്മൂമിന് എന്തില്ല, സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമല്ല. അതിനും ഈ ഹദീസ് തെളിവാണ്. കാരണം ഇവിടെ എന്താ, സൂറത്തുൽ ഫാത്തിഹ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, റുക്കൂയിലല്ല ഇമാമിനെ തുടരുന്നത്. അദ്ദേഹത്തോട് നിസ്കാരം മടക്കി നിസ്കരിക്കാൻ റസൂലുള്ള പറഞ്ഞില്ല. അദ്ദേഹത്തിന് നിസ്കാരത്തിൽ ചില ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ, റുക്കൂയിൽ ചെയ്തിട്ട് പിന്നെ കുറച്ച് നടന്നില്ലേ, സഫിലേക്ക് നടന്നിട്ടുണ്ട്, ഏതാനും കാൽവെപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചലനങ്ങൾ, നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ളതായ ചലനങ്ങൾ നിസ്കാരത്തെ എന്ത് ചെയ്യൂല, ബാത്തിലാക്കൂല. കാരണം അദ്ദേഹം ഈ നടന്നതിന് എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ പേരിൽ റസൂലുള്ള നിസ്കാരം മടക്കി നിസ്കരിക്കാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടില്ല. ഖലാസ്, ഇതാണ് അതിലുള്ള പ്രധാനപ്പെട്ട മസാലകൾ. ഇനി എന്തെങ്കിലും ഉണ്ടോ? പ്രധാനപ്പെട്ട മസാലകൾ ഇതാണ്. കുറേ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലായില്ലേ, പിന്നെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നിസ്കാരം തുടങ്ങണമെങ്കിൽ അത് റുക്കൂയിലായാലും സുജൂദിലായാലും ഇനി തശഹൂദിന് മുമ്പാണെങ്കിലും സലാം വീട്ടിന് മുമ്പാണെങ്കിലും നിസ്കാരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്. അതില്ലെങ്കിൽ നിസ്കാരമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മിഫ്താഹു സലാത്ത് എന്താ, മിഫ്താഹു സലാത്ത് തക്ബീറുഹു തഹ്രീമുഹു തക്ബീർ എന്നാണ്. തഹ്രീമുഹു അത്തക്ബീർ. പിന്നെ നിസ്കാരത്തെ മറ്റു കാര്യങ്ങളിൽ നിന്ന്, നിസ്കാരത്തിന് പുറത്ത് അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് നിസ്കാരത്തെ നിഷിദ്ധാക്കുന്നത് എന്താണ്, തക്ബീറത്തുൽ ഇഹ്റാം ആണ്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൻ്റെ റുക്നാണ്. അപ്പോൾ റുക്കൂയിൽ തുടരുന്ന ഒരാളും എന്താണ് ചെയ്യേണ്ടത്, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കാണ് വേണ്ടത്. അയാളിനി കൈയ്യട്ടി ഇങ്ങനെ നിന്നിട്ടില്ലെങ്കിലും തക്ബീർ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിലും ഈ തക്ബീർ ഏതാണ്, അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്.
തക്ബീറത്തുൽ ഇഹ്റാം. ഇനി ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ നിന്ന് പിന്നെ തക്ബീറുൽ ഇന്തിഖാൽ ചെല്ലുകയാണെങ്കിലും അതിൽ പ്രശ്നമല്ല. പക്ഷേ തക്ബീറത്തുൽ ഇന്തിഖാൽ ഉണ്ടല്ലോ, രണ്ടാമത്തെ തക്ബീർ, അതില്ലെങ്കിലും നിസ്കാരം ശരിയാവും. പക്ഷേ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലെങ്കിൽ എന്താവില്ല, നിസ്കാരം ശരിയാവില്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം അത് നിസ്കാരത്തിൻ്റെ റുക്നാണ്. നിന്ന് ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പോവുകയാണെങ്കിൽ അതിൽ പ്രശ്നമല്ല. ഇനി ഒരാൾ നേരിട്ട് എന്ത് ചെയ്യാണ്, സുജൂദിലേക്ക് പോവാണ്, റുക്കൂവിലേക്ക് പോവാണ് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി, അങ്ങനെയായാലും നിസ്കാരം ശരിയാണ്. അങ്ങനെയാണെങ്കിലും നിസ്കാരം ശരിയാണ്. ഇവിടെ അതാണ് അറിയിക്കുന്നത്. അബൂബക്കറിയുടെ ഹദീസും അങ്ങനെയാണ് അറിയിക്കുന്നത്. തയ്യിഫ് ഏത് മൂന്നും ശരിയാണ്, 3 റിവായത്തും സഹിയാണ്, 3 റിപ്പോർട്ടും ശരിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ മസലകൾ ഉണ്ടല്ലോ, ഫുഖഹാക്കൾ ഉണർത്തിയിട്ടുണ്ട്. 3 റിപ്പോർട്ടും ശരിയാണ്. ഇനി ആവർത്തിക്കരുത്, ഓടി വരരുത്, ഓടി വരരുത്. ഓടി വരരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ റുക്കൂഇൽ തുടർന്നാൽ റക്അത്ത് കിട്ടൂല എന്ന് പറഞ്ഞവർ ആ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഫാത്തിഹ വേണം എന്ന് പറഞ്ഞവർ എടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റേ റിപ്പോർട്ടുകളും പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അതും സഹീഹാണ്. ഹദീസ് അറിയിക്കുന്നത് എന്താണ്, ഒരാൾ റുക്കൂഇൽ തുടർന്നിട്ടുണ്ടെങ്കിൽ ആ റക്അത്ത് കിട്ടും. റുക്കൂഇൽ വൈകി വന്ന് തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ എന്തല്ല, അവർക്ക് നിർബന്ധമല്ല, ഫാത്തിഹ നിർബന്ധമല്ല. 3 പരിഗണിച്ചാൽ വൈരുദ്ധ്യം വരണില്ല. 3 പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളാണ് വരുന്നത്, മനസ്സിലായി? അപ്പോൾ ഹദീസിൻ്റെ പദപ്രയോഗങ്ങളിൽ വ്യത്യസ്ത ആശയങ്ങളാണ് വരുന്നത്. അവ തമ്മിൽ വൈരുദ്ധ്യമില്ല എങ്കിൽ എന്ത് ചെയ്യും, അതിലെല്ലാ ആശയവും പരിഗണിക്കും. വൈരുദ്ധ്യം വരുമ്പോഴാണ് പിന്നെ പ്രശ്നം. ഏറ്റവും കൂടുതൽ ചിലർ പ്രബലപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഇതിനെയാണ് വലാത്തത് ഓടരുത് എന്നുള്ളത്. കാരണം എന്താ, വേറെ ഹദീസുകളുടെ നിസ്കാരത്തിലേക്ക് നിങ്ങൾ ഓടി വരരുത്, നിങ്ങൾ നടന്നാണ് വരേണ്ടത്, നിങ്ങൾക്ക് ഒതുക്കം വേണമെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ആ റിവായത്തുകളൊക്കെ പരിഗണിച്ചിട്ട് പലരും ഈ വലാത്തതു വാവില്ല എന്നുള്ള റിവായത്തിനെയാണ് കൂടുതൽ ബലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസ് കഴിഞ്ഞു. അന്നഹു ഇൻതഹ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ റാകിഉൻ ഫറകഅ ഖബ്ല അൻ യസില ഇല الصف فذكر ذلك للنبي صلى الله عليه وسلم فقال له النبي صلى الله عليه وسلم زادك الله حرصا ولا تعدو رواه البخاري وزاد أبو داود فركع دون الصف ثم مشى إلى الصف. خلاص. അടുത്ത ഹദീസ് അടുത്ത വാബിസ ഇബ്നു മഅബദിൻ്റെ അല്ലേ അൽ-ജുഹനി. അൻ വാബിസ ഇബ്നു മഅബദ് അൽ അസ്ദി, നിങ്ങളിൽ അസ്ദി എന്നുണ്ടോ? ഇല്ല. അർ-റഖി അതുമില്ല അല്ലേ? طيب അൻ വാബിസ ഇബ്നു മഅബദ് رضي الله تعالى عنه أنه قال أن رسول الله صلى الله عليه وسلم رأى رجلا يصلي خلف الصف وحده فأمره أن يعيد الصلاة رواه أبو داود وأحمد والترمذي وحسنه وصححه ابن حبان. അല്ലേ? അങ്ങനെയല്ല നിങ്ങളിൽ? طيب ايش റവാഹു അഹ്മദ് വഅബൂ ദാവൂദ്, റവാഹു അബൂ ദാവൂദ് വ അഹ്മദ്, റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് ആണെങ്കിൽ അതാണ് കൂടുതൽ കോർവ ശരി. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ തുർമുദി വ ഹസനഹു വ സഹഹഹു ഇബ്നു ഹിബ്ബാൻ. طيب വാബിസ ഇബ്നു മഅബദ് അൽ അസ്ദി, ബനു അസ്ദ് ഗോത്രക്കാരനാണ് വാബിസ. ഹിജ്റയുടെ 9 അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് 10 പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് വന്നു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു വാബിസ. അദ്ദേഹത്തിന് ചരിത്രം വിശാലമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ബസ്രയിൽ ഇറങ്ങി, പിന്നെ അദ്ദേഹം റക്കയിൽ താമസിച്ചു, ജസീറയിൽ ഇറങ്ങി റക്കയിൽ താമസിച്ചു, അദ്ദേഹം റക്കയിലാണ് മരണപ്പെട്ടതെന്നൊക്കെയുള്ള വാർത്തകളല്ലാതെ കൂടുതലൊരു ചരിത്രമല്ല. ഏതായാലും പിന്നെ വാബിസ ഇബ്നു മഅബദ് അൽ അസ്ദി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഅ റജുലൻ, ഒരു വ്യക്തിയെ കണ്ടു, യുസല്ലി ഖൽഫ സഫ് എന്താ, സഫ് വഹ്ദഹു,
തനിച്ച് സഫിന് പിന്നിൽ നിസ്കരിക്കുന്നത്. ജമാഅത്തായി നിസ്കാരം നടക്കുമ്പോൾ സഫിന് പിന്നിൽ ഒരാൾ തനിച്ച് നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. യുസല്ലി ഖൽഫ സഫി വഹദ ഫഅമറഹു അൻ യുഈദ സ്സലാ ഫഅമറഹു, അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് കൽപ്പിച്ചു അൻ യുഈദ സ്സലാ, നിസ്കാരം മടക്കി നിസ്കരിക്കാൻ. സഫിൻ്റെ ബാക്കിൽ തനിച്ച് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഖലാസ്. ഇമാം അഹ്മദ്, അബൂദാവൂദ്, തുർമുദി എന്നിവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. തുർമുദി ഹദീസിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. ഇബ്നു ഹിബ്ബാൻ സഹീഹ് എന്നും വിശേഷിപ്പിച്ചു. ഈ ഹദീസിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ഹദീസ് സഹീഹാണ്. മനസ്സിലായില്ലേ? ഇമാം ദാറഖുത്നി, ഇബ്നു അബ്ദുൽ ബർ, ഇമാം ഇബ്നു അബ്ദുൽ ബർ ഈ ഹദീസിനെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രബലന്മാരായ ആളുകളൊക്കെ ഇത് സഹീഹാണ് എന്നുള്ള പക്ഷക്കാരാണ്, ഹദീസ് സഹീഹാണെന്നുള്ള പക്ഷക്കാരാണ്. ഇതിൽ എന്താ ഉള്ളത്? ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്ന മസാല എന്താന്ന് പറഞ്ഞാണ്? എന്താ? സഫിൽ പിന്നിൽ ഒരാൾ തനിച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നിസ്കാരം മടക്കി നിസ്കരിക്കണം. സഫിൽ പിന്നിൽ തനിച്ച് ഒരാൾ നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഇനി അടുത്ത ഹദീസും കൂടി നോക്കിയിട്ട് നമുക്കത് വരാം. വലഹു അൻ തൽഖിൻ, അല്ലേ? അങ്ങനെയുള്ളത് വലഹു അൻ തൽഖിൻ. യേശ് തൽഖ് ബിൻ അലി ഉണ്ടാ? ചിലതിൽ തൽഖ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വലഹു അൻ തൽഖിൻ, തൽഖ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് തൽഖ് ബിൻ അലിയാണ്. വലഹു അൻ തൽഖ് ബിൻ അലിയിൻ ലാ സ്വലാത ലിൽ മുൻഫരിദി ഖൽഫ സഫ്. സാദ തബറാനി ഫി ഹദീസ് വാബിസ അല്ലാ ദഖൽത മഅഹും ഔ ഇജ്തറർത റജുല. മനസ്സിലായോ? അപ്പോൾ എന്താ വലഹു? വലഹു എന്ന് പറഞ്ഞാൽ വലി ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനുണ്ട്. ആരിൽ നിന്ന്? അൻ തൽഖിൻ, തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അപ്പോൾ തൽഖ് ബിൻ അലിയിൽ നിന്ന് ഇബ്നു ഹിബ്ബാൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട് ഈ ഭാഗം. തൽഖ് ബിൻ അലി എന്ന് പറഞ്ഞ സഹാബിയാണ്, മനസ്സിലായേ? അദ്ദേഹം ബനു ഹനീഫ ഗോത്രക്കാരനാണ്. ബനു ഹനീഫ യമാമ ഗോത്രക്കാരൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തൽഖ് ബിൻ അലി അസ്-സുഹൈമി അൽ യമാമി അൽ ഹനഫി. ഹനഫി പറഞ്ഞാൽ ഹനഫി മദ്ഹബുകാരൻ എന്നുള്ള അർത്ഥത്തിലല്ല, ബനു ഹനീഫ ഗോത്രക്കാരൻ എന്ന അർത്ഥത്തിൽ. എന്താ തൽഖ് ബിൻ അലിൻ്റെ ഹദീസിലുള്ളത്? ലാ സലാത്ത ലിൽ മുൻഫരിദ്, തനിച്ച് നമസ്കരിക്കുന്നവന് നിസ്കാരമല്ല. എവിടെ? ഖൽഫ സഫ്, സഫിൻ്റെ പിന്നിൽ. സഫിന് പിന്നിൽ ഒരാൾ തനിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തില്ല? ലാ സ്വല, നിസ്കാരം ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് റസൂലുള്ളാഹി അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ പറഞ്ഞത്. സാദ തബറാനി ഫി ഹദീസ് വാബിസ, വാബിസയുടെ ഹദീസിൽ തബറാനി ഏറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറെ പദം കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഈ വാബിസൻ്റെ ഹദീസ്? മുമ്പത്തെ ഹദീസ് വാബിസ ഇബ്നു മഅബദിൻ്റെ ഹദീസ്. അതിൽ തബറാനിയുടെ റിപ്പോർട്ടിൽ എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലാ ദഖൽത മഅഹും, എന്താ അല്ലാ ദഖൽത മഅഹും, നിനക്ക് അവരുടെ കൂടെ പ്രവേശിച്ചുകൂടായിരുന്നോ? ഇജ്തറർത റജുലൻ, അല്ലെങ്കിൽ ഒരാളെ പിടിച്ചു വലിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഇജ്തറർത റജുലൻ, ഒരാളെ സഫിൽ നിന്ന് പിടിച്ചു വലിച്ചുകൂടായിരുന്നോ? അതായത് ഈ വ്യക്തി ഇങ്ങനെ നിസ്കരിക്കണേ. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചൊന്നില്ലേ? ഇമാം തബറാനിയുടെ റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു എന്നാണ്, അല്ലാ ദഖൽത മഅഹും, നിനക്ക് അവരുടെ കൂടെ സഫിൽ പ്രവേശിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഇജ്തറർത റജുലൻ, ഒരാളെ പിടിച്ച് വലിച്ചുകൂടായിരുന്നോ? എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ച് വലിച്ചുകൂടായിരുന്ന മുന്നിൽ നിസ്കരിക്കുന്ന ഒരാളെ തൻ്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നെന്ത് മനസ്സിലായി? വലിക്കാമെന്ന് മനസ്സിലായി. സഫിൻ്റെ പിന്നിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. ഒറ്റക്കാണ് എങ്കിലോ ഒന്നുകിൽ ഒരാളെ സഫിൽ മുന്നിൽ കയറിയിരിക്കണം, അതില്ലെങ്കിൽ ഒരാളെ പിടിച്ച് വലിക്കണം. പക്ഷേ ഈ ഹദീസ് ഉണ്ടല്ലോ, ഇത് തീർത്തും ദുർബലാണ്. ഏത്? തബ്രാനിയുടെ ഈ വാബിസയുടെ ഹദീസിൻ്റെ തബ്രാനിയുടെ റിവായത്തുണ്ടല്ലോ, ഈ ഭാഗം തീർത്തും ദുർബലാണ്. അത് തെളിവിന് യോഗ്യമല്ല. അസ്സരി ഇബ്നു ഇസ്മായിൽ എന്നൊരു റാവി തബ്രാനിയുടെ റിപ്പോർട്ടിലുണ്ട്. അസ്സരി ഇബ്നു ഇസ്മായിൽ. ഈ അസ്സരി ഇബ്നു ഇസ്മായിൽ അദ്ദേഹം തീർത്തും വർജ്യാണ്.
തീർത്തും ദുർബലനാണ്. മാത്രമല്ല അദ്ദേഹം ഹദീസ് വ്യാജമായി നിർമ്മിക്കുന്നവനാണ് എന്ന് വരെ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. സരീബിൻ ഇസ്മായിൽ തബ്രാനിയുടെ റിവായത്തിലുള്ള റാവി. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അല്ലാ ദഖൽത മഅഹും ഔ ഇസ്തറർത റജുലൻ, അത് ദുർബലാണ്, തെളിവിന് ഒരിക്കലും യോഗ്യമല്ല, ഹദീസ് മത്റൂക്കാണ്. എന്നാൽ ഇത് സഹിയാട്ടോ, ലാ സലാത്ത ലിൽ മുൻഫരിദ് ഖൽഫ സഫ്, ഇബ്നു ഹിബ്ബാൻ്റെ റിവായത്ത് അത് സഹിയാണ്. പക്ഷേ ഇത് ഈ ഭാഗം ദുർബലാണ്. അതുകൊണ്ട് തന്നെ എന്ത് പാടില്ല, പിടിച്ചു വലിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ ഈ ഹദീസുകളുണ്ടല്ലോ, ഈ രണ്ട് ഹദീസും, വാബിസൻ്റെ ഹദീസും ഈ പിന്നെ തൽഖിബ്നു അലി അദ്ദേഹത്തിൻ്റെ ഹദീസും അറിയിക്കുന്നത് എന്താ? ഒന്ന്, അത് അറിയിക്കുന്നത് നിസ്കരിക്കുമ്പോൾ സഫിന് പിന്നിൽ തനിച്ച് ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. മറ്റൊന്ന്, സഫിന് പിന്നിൽ ഒരാൾ തനിച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിസ്കാരം അയാൾ മടക്കി നിസ്കരിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട്. എപ്പോൾ? ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിലാണ്. ഒരാൾ പള്ളിയിലേക്ക് വന്നു, സഫ് നിറഞ്ഞാണുള്ളത്, അയാൾക്ക് തനിച്ച് നിസ്കരിക്കാനേ പറ്റുള്ളൂ, സഫിൽ കയറി നിൽക്കാൻ വിടല്ല. എങ്കിൽ എന്ത് ചെയ്യും? വരല്ല, അത് പാടില്ല. അയാൾ എന്ത് ചെയ്യണം? തനിച്ച് നിസ്കരിക്കണം. സഫിൻ്റെ പിന്നിൽ അയാൾ നിസ്കരിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? മുന്നിലെ സഫിൽ ഗ്യാപ്പുണ്ട്, നിസ്കരിക്കാൻ പറ്റും. പക്ഷേ അയാൾ അതിന് പോകാതെ ഒറ്റയ്ക്ക് നിസ്കരിച്ചതുകൊണ്ടാണ്. ലാ സലാത്ത ലിൽ മുൻഫരിദി ഖൽഫ സഫ്, സഫിന് പിന്നിൽ തനിച്ച് നിസ്കരിക്കുന്നവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞത് ആരുടെ വിഷയത്തിലാണ്? മുന്നിൽ സഫിൽ കയറി നിസ്കരിക്കാൻ ചാൻസ് ഉണ്ടായിട്ടും അത് ചെയ്യാത്തവനാണ്. മനസ്സിലായില്ലേ? ചെയ്യാത്തവനാണ്. ഒരിക്കലും മുന്നിലെ സഫിൽ നിന്ന് ഒരാളെ ബാക്കിലേക്ക് വലിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഒന്ന്, അയാൾ മുന്നിലെ സഫാണ് ശ്രേഷ്ഠമായ സഫിൽ നിന്നാണ് ശ്രേഷ്ഠത കുറഞ്ഞിലേക്ക് മുമ്പരെ വലിക്കണത്, അത് പാടില്ല. ഈ ചങ്ങാതി വൈകി വന്ന്, അത് ഓൻ്റെ കുറ്റം, ഓനെന്തിനാ ആ കുറ്റത്തിലേക്ക് ഇവരെ കൂടി വലിക്കണത് അല്ലേ? രണ്ടത്. മൂന്നാമത്തേത്, ഒരാളെ പിടിച്ചു വലിക്കുമ്പോൾ അയാളെ നിസ്കാരത്തിൽ അയാൾക്ക് തെശ്വീശാണ്. മനസ്സിലല്ലേ? അയാളുടെ ഖുശൂവിനെ ബാധിക്കും, അതുകൊണ്ട് വലിക്കാൻ പാടില്ല. മാത്രമല്ല, ഒരാളെ വലിക്കുമ്പോൾ മറ്റോൽക്കും തെശ്വീശാണ് അല്ലേ? എടുത്തുള്ളവർക്കും. അപ്പോൾ അത് പാടില്ല. പിന്നെ ഒരാളെ പിടിച്ചു വലിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട് തറാസു, അടുത്ത് നിൽക്കാൻ. ഹാദു ബൈനൽ മനാക്കി വൽ അക്താഫ്, ചുമലുകളും മടമ്പൊക്കെ അടുപ്പിച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ വലിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സഫിനിടയിൽ ഇവിടെ വന്ന്. അപ്പോൾ കുറേ മുഖാലഫകൾ വരും ഒരാളെ പിടിച്ചു വലിച്ചാൽ. അതുകൊണ്ട് ഒരാൾ പിടിച്ചു വലിക്കാൻ പാടുള്ളതല്ല. ഒരാൾ സഫിൽ ഇടണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കണം, ഇല്ല എങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവില്ല, മടക്കി നിസ്കരിക്കണം. ഇനി ഒരു നിർവാഹമല്ല, തനിച്ച് നിസ്കരിക്കുക, അല്ലാതെ നിർവാഹം ഇല്ലെങ്കിൽ തനിച്ച് നിസ്കരിക്കണം. അത് അനുവദനീയമാണ്. കാരണം എന്താ? പിന്നെ ഉദറിൻ്റെ സന്ദർഭത്തിൽ, ഒഴിവ് കഴിവിൻ്റെ സന്ദർഭങ്ങളിൽ വാജിബ് എന്ത് ചെയ്യും? വാജിബ് ഒരാൾക്ക് ഇല്ലാതാകും. ഒഴിവ് കഴിവ് വന്നാൽ ഒരാൾക്ക് വാജിബില്ല. പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് എന്താണ്? വാജിബാണ്. പക്ഷേ ഉദറുണ്ടായി, ശർഈയായ മതപരമായിട്ടുള്ള ഒഴിവ് കഴിവുണ്ടായി, അവർക്ക് പേടിയായി, അവർക്ക് രോഗമായി, മഴയായി, ഇങ്ങനെ ഒഴിവ് കഴിവുണ്ടെങ്കിൽ വാജിബ് എന്തായി? വാജിബ് ഇല്ലാതാകും. അപ്പോൾ ഇവിടെ വാജിബ് എടുക്കാൻ വേണ്ടി സഫ് കയറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒഴിവ് കഴിവുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ആ വാജിബ് ഒഴിവാക്കിയിട്ട് ഒരാൾക്ക് ബാക്കിൽ നിസ്കരിക്കാം. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇമാം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ അവരുടെയൊക്കെ വീക്ഷണമാണ് അത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ ലാ സലാത്ത ലിൽ മുൻഫരിദി ഖൽഫ സഫ് എന്ന് പറഞ്ഞാൽ ആരുടെ വിഷയത്തിലാണ്? മുമ്പിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടായിട്ടും അത് പരിഗണിക്കാതെ തനിച്ച് നിസ്കരിക്കുന്നവരുടെ വിഷയത്തിലാണ്. ഖലാസ്. ഒരാൾക്ക് എന്ത് ചെയ്യാം? പിന്നെ ഇയാളുടെ നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ പിന്നെ ഇങ്ങനെ ഒന്നായിട്ട് കുത്തി ഏന്തിയല്ല, പിന്നെ ക്യാപ്പ് ഉണ്ടായതിൽ എന്ത് ചെയ്യാം? പിന്നെ ഒരാളെ വകഞ്ഞ് നിർത്തിയിട്ട് നിൽക്കണേന് കുഴപ്പമില്ല. മനസ്സിലല്ലേ? കാരണം എന്തുകൊണ്ട്? ഇപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? അബ്ബാസിനെ എങ്ങനെ പിടിച്ച് നിർത്തിയില്ലേ? മനസ്സിലായി? ജമാഅത്തിൻ്റെ സഫിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ആ രീതിയിൽ ഒരാളെ പിന്നെ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുള്ളത് തറാസൂന്ന് അടുത്തടുത്ത് നിൽക്കാനാണ്. അങ്ങനെ നിർത്തിയിട്ടാണ് സഫ് കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം? ബാക്കിൽ തനിച്ച് നിസ്കരിക്കാം. അവർക്ക് ഈ ഹദീസിൻ്റെ വിധി ബാധകൽ. ഖലാസ്.
ഇമാമിൻ്റെ വലത് ഭാഗത്ത് സഫിൽ നിൽക്കാം. അതായത് ഇപ്പോൾ ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്ഥലം ഉണ്ടെങ്കിൽ നിൽക്കാം. പക്ഷേ അവിടേക്ക് വരാൻ കഴിയണം, അങ്ങനെ നിൽക്കാൻ പ്രശ്നമല്ല. പക്ഷേ പള്ളിയിൽ ബാക്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ, രണ്ടാൾ നിസ്കരിക്കാനുണ്ടെങ്കിൽ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ഇമാമിൻ്റെ ബാക്കിലാണ് സഫ് കെട്ടേണ്ടത്. കണ്ടോ, ഫഖുംതു അനാ വയതീമുൻ ഖൽഫഹു, രണ്ടാളാണ് എപ്പോഴും ബാക്കിലാണ് കെട്ടേണ്ടത്. പക്ഷേ പള്ളി നിറഞ്ഞ് സ്ഥലമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് സഫ് കെട്ടണീന് എന്തില്ല, വലത് ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത് ഭാഗം കെട്ടാം. വലത് ഭാഗത്ത് സ്ഥലമുണ്ടായിരിക്കുക ഇടത് ഭാഗത്ത് സഫ് കെട്ടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഈ ഇടത് ഭാഗത്ത് നിസ്കരിക്കുന്ന നിസ്കാരം ബാത്തിലാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഒക്കെ അഭിപ്രായം. അത് സൂക്ഷിക്കണം. വലത് ഭാഗം നിന്നതിന് ശേഷം പിന്നെ ഇടത് ഭാഗം നിൽക്കാം, ഫുള്ളാണ്. ഇമാമിന് നേരെയാണ് എങ്കിൽ അതായത് ഇമാമിൻ്റെ മുന്നിലേക്ക് നിർത്തിയായിട്ട് കയറിയൊക്കെ വല്ലാഹി എനിക്കറിയില്ല, മസാല ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നല്ല, ഇയാളുടെ ഖുശൂവിനെ ബാധിക്കലുണ്ട്, മനസ്സിലായേ, മറ്റുള്ളവരെയൊക്കെ തെശുവിശാക്കലുണ്ട്. അപ്പോൾ ആ നിലക്കാവുമ്പോൾ അത് പിന്നെ ഇല്ല, അയാൾ പോയി നിൽക്കല്ലാതെ, വൈകി വന്നവൻ പോയി നിൽക്കല്ലാതെ, അത് പിന്നെ അനിവാര്യതകൾ. ആ വിഷയത്തിൽ ഞാൻ ഇത്ര തഫ്സീലിയായിട്ടുള്ള ആ ഭാഗങ്ങൾ നോക്കിയിട്ടില്ല. പിന്നെ പ്രത്യക്ഷമായിട്ടുള്ള ചില ഹുക്കുമുകളെ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതായത് ഒരാൾ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം, അടുത്തവൻ പോയിട്ട് എടുത്ത് നിൽക്കണം, എന്നിട്ട് രണ്ടാൾ കൂടി മാറിക്കണം. അവിടെ തോണ്ടേണ്ടി വലിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഏതായാലും നമസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ളതായ ചലനങ്ങൾ, അനക്കങ്ങൾ, അത് നിസ്കാരത്തെ എന്താവില്ല, ബാത്തിലാക്കൂല. മനസ്സിലായില്ല, അത് ചലനം കൂടിയാലും ശരി, നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കൂല, അല്ലേ. അതിന് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ പിന്നെ ഒരു അപകടത്തിലേക്ക് പോവുകയാണ്, നിസ്കരിക്കണമെന്ന് അത് കാണുകയാണ് എങ്കിൽ നിസ്കാരം നിർത്തിയിട്ട് അപകടത്തിന് രക്ഷപ്പെടുത്തിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, നിസ്കാരം തുടർത്താം. മനസ്സിലായി. ഇതൊക്കെ അതിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ മുമ്പ് അതിൻ്റെ മസാലകൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് സഫിൻ്റെ വിഷയത്തിൽ ഇനിയും വരും, ഹദീസുകൾ ഇനിയും തുടർത്തുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് ബാക്കി വിഷയം മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.